തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ സാരഥി ക്ലബിൻ്റെ ഓണപരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം അത്തപ്പൂക്കളമായിരുന്നു. കുറച്ച് കുട്ടികൾ മാത്രം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ പ്രോത്സാഹന സമ്മാനം കൊടുത്തു. അത് കഴിഞ്ഞ് മുട്ടായി പറക്ക മത്സരം, പഴയ രീതിയിലുള്ള എല്ലാ കളികളും നമ്മൾ നടത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ കുരുമുളകായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ മുട്ടായൊക്കെ ഇട്ടു തറയിലിട്ട് കൊടുത്ത നിറയെ പുല്ലാണ്, അതൊക്കെ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബിസ്ക്കറ്റ് അടി മത്സരം ഉണ്ടായിരുന്നു. വലിയവര് ചെറിയവര് പ്രായവര് എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർത്തിട്ടുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് ചെറിയ മക്കൾക്കൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ടെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്, പ്രായമായവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഉൾപ്പെടുത്തി ചെയ്തപ്പം അത് ഭയങ്കര രസമായിട്ടായിരുന്നു വന്നത്. അങ്ങനെ ആരും മാറി നിന്നില്ല കേട്ടോ. എനിക്ക് പനി ആയതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ മാറി മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ അമ്മയാണ് ആ ചുരിദാറിന് വായി വരുന്നുള്ളൂ നൈറ്റി ഇട്ട് ഓടുന്നത്. അമ്മ എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്താണ് മെഴുകുതിരി കത്തിച്ചു. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുഴികളുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഓടുമ്പോൾ അമ്മയോട് പറയുന്നുണ്ട് കുഴികളുണ്ട്, നോക്കി വിടണം നോക്കി വിടണം. അതൊന്നും അമ്മയ്ക്ക് പ്രശ്നമേ അല്ലായിരുന്നു. അപ്പോൾ പിള്ളേരെക്കാട്ട് മുന്നിൽ ഇങ്ങനെ ചാടി ചാടി നിൽക്കുകയായിരുന്നു. അമ്മ മാത്രമല്ല, അമ്മയുടെ കൂടെ പ്രായം അതേപോലെ നല്ല ഏജ്ഡായിട്ടുള്ള അമ്മച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എന്താണ് സ്പൂണിൽ നാരങ്ങ കൊണ്ട് ഓടുന്നൊരു ഓട്ടമാണ്. പക്ഷെ അതിങ്ങനെ കൈയും കൊണ്ട് എടുത്തിട്ട് വായിൽ വെച്ചിട്ട് ഓടണമായിരുന്നു. എൻ്റെ അമ്മ അത് വായിൽ വെക്കാൻ മറന്നുപോയി. കയ്യിൽ തന്നെ പിടിച്ചിട്ട് പകുതി വരെ ഓടി. അവിടെ ചെന്നപ്പോഴാണ് അവർ അനൗൺസ് ചെയ്തത് അത് വായിൽ വെക്കണമെന്ന്. അതൊക്കെ മാറിപ്പോയി. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ ചാറി ചാറി നിൽക്കുന്നുണ്ടായിരുന്നു. വലിയ രീതിയിൽ മഴ വന്ന് നമ്മളെ ശല്യപ്പെടുത്തിയില്ല. ഇത് ആ ബക്കറ്റിലോട്ട് ബോൾ എറിഞ്ഞെറിഞ്ഞ് കൊടുക്കണം. ഇതുണ്ട്, ഇതെല്ലാം അമ്മമാരും പ്രായമായവരുമാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ചെറുപ്പക്കാർ പിള്ളേരെക്കാട്ടി കൂടുതൽ അവരാണ് മുന്നേ ഇങ്ങനെ നിന്നത്. അവർക്കായിരുന്നു ഓരോന്നും അടുത്തെന്താ പേര് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ചാടിയത്. ഞാനൊക്കെയാണെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കുക, നല്ല വെയിലാണ്, വയ്യ. ഇപ്പോൾ ഓർക്കുന്നതിനെല്ലാം ചേരണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നല്ല രസമായിരുന്നു. എനിക്ക് പനി ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല. അതിൻ്റെ ആണെങ്കിൽ സൗണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചുമയ്ക്കാൻ വരുന്നുണ്ട്. ഇതെന്തായിരുന്നു പരിപാടി? ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിൽ കണ്ടാണ്. ഓരോ ബോളുകൾ പറക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തില്ലേ. പിന്നെ ഞങ്ങളുടെ സുന്ദരീനെ എവിടെയോ വെച്ച് മിസ്സായി പോയതാണോ, പ്രിൻ്റ് എടുക്കാൻ മറന്നാണോ ഒന്നും പറ്റിയില്ല. പിന്നെ അവിടെ വെച്ച ഒരാൾ ഒരു ചാക്കിൽ സുന്ദരീനെ വരച്ച് തന്നു. അതെന്തായാലും നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അമ്മച്ചിക്കാണെങ്കിൽ കണ്ണ് കാണാമായിരുന്നെന്ന് ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് വിട്ടുകൊടുത്തു. എന്തായാലും നല്ല രീതിയിൽ എല്ലാവരും ചേർന്നിട്ടുണ്ടല്ലോ. സുന്ദരിനെ സിന്ദൂരത്തിനകത്ത് വെള്ളം ചാലിച്ചാണ് ഇങ്ങനെ വിരലിൽ തൊടുന്നത്. പൊട്ടെന്ന് ഞങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയില്ല. ഇതിന് പെട്ടെന്ന് ആലോചിച്ച പരിപാടിയാണെന്നും അറിയത്തില്ല കേട്ടോ. സുന്ദരീനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. അത് കഴിഞ്ഞ് എല്ലാവരും ഉച്ചയായപ്പോൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നിട്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ മത്സരം. ഇത് നല്ല രസമുണ്ടായിരുന്നു. എന്തോരം നിറച്ചിട്ടാണ് ഇതെന്ന് അറിയുന്നതെന്നറിയോ. അങ്ങനെ ആരും കയ്യിൽ വെള്ളം നിൽക്കുന്നില്ല. ഇതൊക്കെ പണ്ട് ഞാൻ കളിക്കായിരുന്നു. പിന്നെ ഇത് അമ്മാനാട്ട മത്സരം. ഇത് വെറുതെ കലകളിയായിരുന്നു. എല്ലാവരും വെറുതെ കയ്യിൽ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് അമ്മാനാട്ടം ആവത്തില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ അതിന് നമ്മൾ ഫസ്റ്റ് സെക്കൻഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കസാരകളി ഉണ്ടായിരുന്നു. ചെറിയ മക്കളുടെ കസാരകളി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കസാരകളി എന്ന് വെച്ചാൽ മെഗാ കസാരകളി. അവിടെയുള്ള എല്ലാ ആളുകളെയും, ആണിനെയും പെണ്ണിനെയും പ്രായക്കാരെയും കുഞ്ഞു മക്കളെ എല്ലാവരെയും ഇങ്ങനെ ഏജ് വെച്ചൊന്നും മാറ്റി നിർത്തില്ല, ജെൻഡർ വെച്ച് മാറ്റി നിർത്തില്ല. ആദ്യമേ ഇത് കുഞ്ഞു പിള്ളേരുടെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള മെഗാ കസാരകളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അയ്യോ, അത് കസാര ആദ്യമേ ഞങ്ങൾ അടുപ്പിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നടക്കായിരുന്നു. ഓടണം എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓടാൻ പറ്റാത്ത രീതിയിൽ എല്ലാം നടപ്പിച്ചിട്ട് ഈ ലാസ്റ്റ് ആയപ്പോഴാണ് കസാര നമ്മൾ കുറച്ചുകൂടെ അകത്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഓട്ടമായിരുന്നു. 2-3 കസാരകളൊക്കെ പൊട്ടി. നല്ല വെയിറ്റ് ഉള്ളവർ ഒരേ കസാരയിലൊക്കെ ഇരുന്നിട്ട് 2-3 കസാരകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ചിലർക്ക് തല കറങ്ങുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ മഞ്ഞ ചുരിദാറിട്ട് നിൽക്കുന്നുണ്ടല്ലേ, അത് ഞാനൊരു 2-3 റൗണ്ടോ കറങ്ങിയുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഔട്ടായി പോയി. ആരാണ് ഒരു പയ്യനാന്ന് തോന്നുന്നു തോപ്പിച്ചത്. അങ്ങനെ ഔട്ടായിപ്പോയി. അതിലെൻ്റെ കൂട്ടുകാരിയുണ്ട്. അമ്മ ഇതിൽ വന്നില്ല കേട്ടോ. അമ്മയ്ക്ക് തല കറങ്ങുമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇതിൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു മാറി നിന്നത്. ബാക്കി എല്ലാ പരിപാടിയിലും ചാടി കയറുന്നുണ്ടായിരുന്നു. നടുക്കിക്കുന്ന ചേട്ടൻ പറയുന്നത് നിങ്ങൾ ഓടണം എന്നാണ് പറയുന്നത്. പക്ഷെ ആരും ഓടുന്നില്ല, കസാര അടുപ്പിച്ച് കിടക്കായിരുന്നു. ഈ റൗണ്ട് തൊട്ട് 2 കസാരയും കൊണ്ട് ഒടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വടംവലിക്ക് എന്നപ്പോൾ കുഞ്ഞുമക്കളുടെ ഉണ്ടായിരുന്നു, ആൺപിള്ളേരുടെ ഉണ്ടായിരുന്നു, വലിയവരുടെ ഉണ്ടായിരുന്നു. എന്നോട് വെറുതെ നിന്നാൽ മതി, വലിക്കേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ ആവെന്ന് പറഞ്ഞാണ്, മോളെ വെറുതെ പോയി നിൽക്കാൻ പറ്റില്ല, എന്തായാലും വലിക്കണമെന്ന്. ഇല്ല, ഞാൻ വലിക്കില്ല, വെറുതെ പോയി നിൽക്കാമെന്ന് പറഞ്ഞ് ചെന്നാണ്. പക്ഷെ ആവേശം കുറച്ച് കൂടിപ്പോയി. വലിച്ചു തുടങ്ങിയപ്പോൾ വലിച്ചു. പിന്നെ അമ്മ പറഞ്ഞ് ആദ്യം വീണത് ഞാനന്ന്. എൻ്റെ കാലൊക്കെ പൊട്ടി. അതോടുകൂടി ദേഹത്ത് വേദനയായി, പനിയായി. ഇപ്പോൾ ഒട്ടും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ പിന്നെ നിൽക്കുകയാണ്. വടംവലിയൊക്കെ നല്ല രസമായിരുന്നു. ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ കുഴികളുള്ളതുകൊണ്ട് നമ്മൾ റോഡിലാണ് നടത്തിയത്. ഈ റോഡിൽ ടാറിട്ട റോഡിലൊന്ന് വീണാനുള്ള അവസ്ഥ നല്ലതാണ്. എൻ്റെ വിരലും മടങ്ങിപ്പോയിട്ടുണ്ട്, മുട്ടും പൊട്ടിയിട്ടുണ്ട്, എൻ്റെ ഒരു ദേഹത്ത് വേദനയുണ്ട്. അങ്ങനെ നമ്മുടെ ഓണാഘോഷ പരിപാടി ഈ വടംവലിയോടുകൂടി അങ്ങ് അവസാനിപ്പിക്കുകയാണ്. എല്ലാം കൊണ്ടും നല്ല ഓണമായിരുന്നു.
ഇത്രയും ആളുകളൊക്കെ ഇങ്ങനെ ക്ലബിൻ്റെ ആണെങ്കിലും എല്ലാവരും ഒത്തുകൂടി ഒന്നുകൂടെ വീണ്ടും കാണുമ്പോൾ കുറേ പേര് വർക്കിനൊക്കെ പോയിട്ട് ഓണത്തിനാണല്ലോ വരുന്നത്, അന്ന് എല്ലാവരെയും കാണുമ്പോഴും ഫ്രണ്ട്സിനെയൊക്കെ പഴയ ഫ്രണ്ട്സിനെ കാണുമ്പോഴും എല്ലാവരും ശത്രുക്കൾ പോലും ഒരേ മനസ്സോടെ വടംവലിക്കും എല്ലാ പരിപാടിയും ഇങ്ങനെ കയറുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ്. ഇനി അടുത്ത വർഷം എല്ലാവരും ഇതേപോലൊക്കെ കാണാൻ പറ്റണമെന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പിരിയുന്നത്. കുറേ ലേറ്റായി, 6 മണിയൊക്കെ ആയി. അതിൻ്റെയാണ് ഈ വെട്ടമൊക്കെ ഇങ്ങനെ മങ്ങി നിൽക്കുന്നത്. ഇതൊക്കെ കുഞ്ഞുമക്കടെയാണ് കേട്ടോ. എല്ലാ പരിപാടിയും നല്ല നല്ല രസത്തിൽ നടന്നിട്ടുണ്ട്. അടുത്ത ഓണം ഇതേപോലെ എല്ലാവർക്കും സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റട്ടെ.